Hello everyone, my name is Sujit Sudhakaran. I'm an emergency clinical nurse specialist and a fitness trainer in Australia. എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ളത് ജിമ്മിൽ പോയി എങ്ങനെ പെട്ടെന്ന് വയറ് കുറയ്ക്കാം അല്ലെങ്കിൽ ഈ സൈഡിലുള്ള ലവ് ഹാൻഡിൽസ് കുറയ്ക്കാം എന്നുള്ളതാണ്. അതിനുള്ള ആൻസറുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തിങ് ഈസ്, അങ്ങനെ ആ ഭാഗത്തെ മാത്രം ഫാറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പർട്ടിക്കുലർ എക്സസൈസോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫുഡോ ഡ്രിങ്കോ ഒന്നുമില്ല. നമ്മുടെ മറ്റുള്ള ബോഡി പാർട്ടിന് എന്ത് വർക്കാവുന്നോ അത് തന്നെയാണ് അബ്ഡോമിനൽസിന് വർക്കാവുള്ളൂ. സോ നമുക്ക് മസിൽസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ മസിലിനെ ടാർഗറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മസിലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ ആ വർക്കൗട്ട് ചെയ്യാതിരുന്ന ആ പർട്ടിക്കുലർ മസിൽ ചെറുതായി പോവുകയും ചെയ്യും. പക്ഷേ ഫാറ്റ് അങ്ങനെയല്ല. ഫാറ്റ് നമുക്ക് അതുപോലെ ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഫാറ്റ് മാത്രം ഐസൊലേറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ വയറ് കുറയ്ക്കുക അല്ലെങ്കിൽ ലവ് ഹാൻഡിൽസ് കുറയ്ക്കുക എന്നുള്ളതിന് 3 വഴികളാണുള്ളത്. ഒന്ന്, നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. സ്ട്രെങ്ത് ട്രെയിനിങ് ഓവർ കാർഡിയോ ചെയ്യേണ്ട എന്നല്ല, കൂടുതൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫാറ്റ് ബേണിങ് കൂടുതലായിട്ട് സംഭവിക്കും. സെക്കൻഡ് തിങ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾ കാലറിയുള്ള ഫുഡ് കഴിക്കരുത്, കാർബോഹൈഡ്രേറ്റ് കഴിക്കരുത് എന്നല്ല. മെയിൻ്റനൻസ് കാലറിയുള്ള ഫുഡ് കഴിക്കുക. നമ്മൾ ലിമിറ്റഡ് ആയിട്ട് കഴിക്കുക. നമുക്ക് ഫുഡ് കഴിക്കുന്നത് എൻ്റർടൈൻമെൻറ്റിന് പകരം ഫിസിയോളജിക്കൽ നീഡിന് വേണ്ടി മാത്രമുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. തേർഡ് തിങ്, നമ്മൾ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. നമുക്ക് വർക്കായിട്ട് ബിസിയാണ്, മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മൾ ബിസിയാണ്. നമ്മൾ സ്ലീപ്പിലാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. ഒരു 7 to 8 hours നമ്മൾ എന്നും സ്ലീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാറ്റ് ബേണിങ്ങിനും ഹെൽപ്പ് ചെയ്യും, നമ്മൾ ഹെൽത്തി ആവാൻ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ സ്ട്രെസ് ലെവൽ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ പിന്നെ വേറൊരു കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൺസേണിംഗ് ആയിട്ട് ഞാൻ പറയുന്നത്, എവ്രി വൺ വാണ്ട് ടു ബി എസ്തെറ്റിക്കലി പ്ലീസിങ് അല്ലെങ്കിൽ എവ്രി വൺ വാണ്ട് ടു ബി ലുക്കിംഗ് ബെറ്റർ. അതിനുമപ്പുറം നമ്മൾ ഹെൽത്തി ആവാനാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് ചുറ്റുമുള്ള ഫാറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീമിലുള്ള ഫാറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഓവറോൾ ബോഡിയിലുള്ള ഫാറ്റ് ലെവലിനെ പറ്റിയോ നമ്മൾ കൺസേൺഡ് ആവുന്നില്ല. പകരം നമ്മൾ വയർ റെഡ്യൂസ് ചെയ്ത് ലുക്കിംഗ് ബെറ്റർ ആവാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ഫിറ്റ്നസ് ട്രെയിനിങ് ഷുഡൻറ്റ് ബി ഓറിയൻറ്റഡ് ടു ജസ്റ്റ് ലുക്ക് ബെറ്റർ ബട്ട് ടു ഗെറ്റ് ഹെൽത്തിയർ. നമ്മൾ ഹെൽത്തി ആവാനും നമ്മൾ കൂടുതൽ ദീർഘകാലം ജീവിക്കാനും വളരെ ആക്റ്റീവായിട്ടിരിക്കാനുമാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടത്. ആ തരത്തിലുള്ള ഫിറ്റ്നസ് ട്രെയിനിങ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ I have an exciting news to share for you. We will be launching an online fitness platform very shortly, EasyFit. Stay tuned for the updates. Thank you everyone. Stay tuned. Bye.